ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഭാരത് ഇലക്ട്രോണിക്സ് ലേറ്റസ്റ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 10/1/2025, അതായത് മിനിയാന്ന് ഇറക്കിയൊരു നോട്ടിഫിക്കേഷനാണ്. ഇത് ഇലക്ട്രോണിക്സുകാർക്കും അതേപോലെ മെക്കാനിക്കലുകാർക്കും ഉള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് വെച്ചാൽ ഒരു നവരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ സ്വതവേ ബെല്ല് വിളിക്കുമ്പോഴെന്താ അത് കോൺട്രാക്റ്റ് ആയിട്ടായിരിക്കും വിളിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോഴും അവർ പെർമനൻറ്റ് പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ എക്സാം എങ്ങനെയാണ്, ലാസ്റ്റ് ഡേറ്റ് എത്രയാണ്, ഫീസ് എത്രയാണ്, അതേപോലെ സിലബസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് 2 പോസ്റ്റാണ്. പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇൻ ഗ്രേഡ് 2, അതേപോലെ പ്രൊബേഷണറി എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ E2 ഗ്രേഡ് എന്ന ഇതിൽ പറയും. ഇലക്ട്രോണിക്സ് ഡേയ്സിൽ 200 വേക്കൻസി ഉണ്ട്, മെക്കാനിക്കൽ ഡേയ്സിൽ 150 വേക്കൻസിയാണ് ഉള്ളത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ ഇതിൽ ബേസിക് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത് 40,000 തൊട്ട് 1,40,000 വരെയാണ്. അപ്രോക്സിമേറ്റ് പറഞ്ഞെങ്കിൽ CTC കോസ്റ്റ് കമ്പനി പറഞ്ഞാൽ 13 ലക്ഷം രൂപയാണ് സാലറി വരുന്നത്. നല്ല ഹൈ സാലറി ഉള്ള പ്രൊഫൈലാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്ന 25 വർഷമാണ് ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ. അതേപോലെ OBCൻ്റെ കേസിൽ 3 വർഷം, SC/STൻ്റെ കേസിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. നമുക്ക് താഴെ ഉണ്ടാവും, അത് നമുക്ക് നോക്കാം. ഇൻ അഡീഷൻ ടു ദി ബേസിക് പേ, ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി എൻറ്റൈറ്റിൽഡ് ടു ഫോർ DA, HRA, കൺവെൻസ് അലവൻസ്, പെർഫോമൻസ് റിലേറ്റഡ് പേ, മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് പോസ്റ്റൽ റിക്രൂട്ട്മെൻറ്റ് കേസിൽ ഒരു 13 ലക്ഷത്തിൻ്റെ പേ സ്കെയിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിൽ BE BTech ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പ്രൊബേഷണറി എഞ്ചിനീയർ മെക്കാനിക്കൽ ആണെങ്കിൽ BE BTech BSc എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പം ടോട്ടൽ 350 പോസ്റ്റുകളെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പ്ലിറ്റപ്പാണ് 143 അണ്ടർസേർവ്ഡ്, 35 EWS, 94 OBC നോൺ ക്രീമി ലെയർ, 52 SC, 26 ST എന്നതിൻ്റെ രീതിയിൽ. ക്വാളിഫിക്കേഷൻ നോക്കാം. പ്രൊബേഷണറി എഞ്ചിനീയർ പോസ്റ്റ് UR OBC ആൻഡ് EWS കാൻഡിഡേറ്റ്സ് വിത്ത് ഫസ്റ്റ് ക്ലാസ് BE BTech. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് BE BTech വേണം. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് പാസ്സായാൽ പോരാ, ഫസ്റ്റ് ക്ലാസ് BE BTech വേണം. ഗ്രാജുവേറ്റ് ഫ്രം AICTE അപ്രൂവ്ഡ് എഞ്ചിനീയറിംഗ് കോളേജ്, AICTE അപ്രൂവ്ഡ് കോളേജ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് മെക്കാനിക്കൽ ഡിസിപ്ലിൻസ് മാത്രമേ അവർ എടുക്കുള്ളൂ. ഓക്കെ, അതർ ഇക്വലൻറ്റ് ഡിസിപ്ലിൻസ് ആൻഡ് ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ വിൽ നോട്ട് ബി കൺസിഡേർഡ്. അതേപോലെ കാൻഡിഡേറ്റ്സ് കറൻ്റ്ലി സ്റ്റഡിയിങ് ദി ഫൈനൽ സെമസ്റ്റർ ഫൈനൽ ഇയർ ഓഫ് BE BTech BSc എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഇൻ ദ സ്പെഷ്യലൈസേഷൻ മെൻഷൻ അബവ് and who will be appearing for this final semester final year exam in May or June 2025 are also eligible to apply. In the event of selection, the candidates are required to produce the original degree certificate or provisional certificate at the time of joining. അതുപോലെ calculation of the percentage of marks in the qualifying degree would be governed by the institute or university rules. For the candidates currently pursuing, the marks shall be calculated till 6th or 7th semester at the time of interview. ഏജ് ക്രൈറ്റീരിയ പറഞ്ഞു 25 വയസ്സാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം, അതേപോലെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷമാണ് അവിടെ ഏജ് റിലാക്സേഷൻ ഉള്ളത്. അതായത് PWBD കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ 10 വർഷം അവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ബാക്കിയുള്ള ഇതിലേക്ക് പോകാം. നമ്പർ ഓഫ് പോസ്റ്റ് പറഞ്ഞു 350 ആണെന്ന് പറഞ്ഞു. 200 ഇലക്ട്രോണിക്സും 150 മെക്കാനിക്കൽ. ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് ഇൻ ഈച്ച് സ്പെഷ്യലൈസേഷൻ മേ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ്ഡ് ബേസ്ഡ് ഓൺ ദി ആക്ച്വൽ റിക്വയർമെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് റിക്രൂട്ട്മെൻറ്റ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ പോസ്റ്റ് ചെയ്യാം. ദി അബവ് ഓപ്പണിങ്സ് ആർ ഓൾ ഫോർ എനി ഓഫ് ദി യൂണിറ്റ്സ് ഓഫ് ദി ബെൽ. ബാംഗ്ലൂർ ആവാം, അല്ലെങ്കിൽ ഗസിയാബാദ് ആവാം, പൂനെ ആവാം, ഹൈദരാബാദ് ആവാം, ചെന്നൈ ആവാം, മച്ചിലിപ്പട്ടണം ആവാം, ആന്ധ്രാപ്രദേശ്, ഹരിയാനയിലാവാം, ഉത്തരാഖണ്ഡിലാവാം, മഹാരാഷ്ട്രയിലാവാം, എവിടെ വേണമെങ്കിലും ആവാം. എവിടെയാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 31/1/2025 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ 1,180 രൂപ മാത്രമേ അവിടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, 1,180 രൂപ മാത്രമേ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ. ഇപ്പോഴത്തേനൊക്കെ ചില പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് പോയിക്കഴിഞ്ഞാൽ 2,000 ഒക്കെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ 1,180 സംതിങ് മാത്രമേ ഉള്ളൂ. മെത്തേഡ് ഓഫ് സെലക്ഷൻ നോക്കാം.
The candidates who meet the qualifying criteria and whose online application have been accepted will be provisionally shortlisted for the computer-based test. The minimum qualifying mark for the general OBC EWS candidates is 35% and 30% for SST PWD candidates. അതായത് നിങ്ങളിപ്പോൾ എക്സാമിന് വേണ്ടി CBT ആണ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, എക്സാം ഹാളിലെത്തി എക്സാം എഴുതി, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മിനിമം 35% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളുടെ മാർക്ക് അവിടെ വാല്യുവേഷനിൽ പോകുന്നുണ്ടാവുള്ളൂ. അതാണ് അവിടെ മിനിമം ക്വാളിഫയിങ് മാർക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് 30% താഴെയുള്ളവരൊന്നും അവരവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. അതേപോലെ ഇൻ്റർവ്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:5 ആണ് അവിടെ ഇൻ്റർവ്യൂ റേഷ്യോ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ഇപ്പോൾ 350 അല്ലേ പറഞ്ഞേക്കുന്നത്, 350 ഇൻറ്റു 5 ഓക്കെ, 1850 ആൾക്കാർ എന്ത് ചെയ്യുമായിരിക്കും, അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. The selection will be based on the performance of the candidates in both the computer-based test and interview. The computer-based test is 85 marks and the interview is 50 marks. Total 100 മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാർച്ചിലായിരിക്കും ഉണ്ടാവുക. മാർച്ച് 2025 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇപ്പോൾ ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഇലക്ട്രോണിക് പോളി ഉണ്ട്, അതേപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്, അതുപോലെ PWD ഉണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ എന്ത് ചെയ്യുന്നത്, നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അവർക്ക് അവിടെ ഉള്ളത്. മെക്കാനിക്കലുകാർക്കാണെങ്കിലോ അവിടെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അസിസ്റ്റൻ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അല്ല. അപ്പോൾ അതിൻ്റെ കൂടെ പഠിക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ടെസ്റ്റ് സെൻറ്റർ ചൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് ടെസ്റ്റ് സെൻറ്റർ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷനൊന്നുമില്ല. 120 മിനിറ്റ്സ് ഡ്യൂറേഷനും 125 ക്വസ്റ്റ്യൻസുമാണ് ഉള്ളത്. ഓക്കെ, അതായത് 100 ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും 25 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യനുമാണ് ഉള്ളത്. വെയിറ്റേജ് പറഞ്ഞാൽ 85:15 ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈച്ച് ക്വസ്റ്റ്യൻ വിൽ കാരി 1 മാർക്സ് ആൻഡ് ദർ വിൽ ബി നെഗറ്റീവ് മാർക്ക് ഫോർ റോങ് ആൻസേഴ്സ്. 1/4 ആയിരിക്കും എന്താ റോങ് ആൻസേഴ്സിന് അവർ ഡിഡക്ട് ചെയ്യുന്നുണ്ടാവും. സിലബസ് എന്നാൽ സിലബസ് ഫോർ ദ CBT വിൽ ബി പ്രൈമർലി ഫോക്കസ് ഓൺ ദ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് derived from the core engineering subjects that the candidates have studied as a part of their respective engineering disciplines or the specializations. Additionally, the test will include a session on general aptitude to assess the analytical and reasoning abilities. The candidates are advised to prepare thoroughly based on the curriculum of their engineering qualification. നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് എക്സാം CBT 1 കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് റിസൾട്ട് എന്തായിരിക്കും, നമ്മുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത റിസൾട്ട് എന്താ ബെല്ലിൻ്റെ സൈറ്റിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സാധാരണ കയറിയിട്ട് ആ ബെല്ലിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവും, അവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് അപ്ലൈ ഓൺലൈനിൽ കയറിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ബാക്കി എന്താ സിസ്റ്റമായിട്ട് ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലോഗിൻ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതല്ല മിനിമം പേഴ്സൻറ്റേജ് മാർക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് 1:5 ആണ് ഉണ്ടാവുക. അതേപോലെ 85ഉം 15 ആണ് അതിൻ്റെ വെയിറ്റേജ് ഉണ്ടാവുക, ഇൻ്റർവ്യൂയുടെ വെയിറ്റേജ്. ഇത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ വെയിറ്റേജും ഇതെന്താ ഇൻ്റർവ്യൂയുടെ വെയിറ്റേജുമാണ്. ഓക്കെ, ഓൺലി ഇന്ത്യൻ കാൻഡിഡേറ്റ്സ് എലിജിബിൾ ടു അപ്ലൈ. അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഒരു 6 മാസം ട്രെയിനിങ് ഉണ്ടാവും. ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് 2 വർഷം നിങ്ങൾ അവിടെ ബോണ്ട് ഉണ്ട്, അതായത് 2 ലക്ഷം രൂപക്കാണ് അവിടെ ബോണ്ട് ഉള്ളത്. ഓക്കെ, ദ ക്രൈറ്റീരിയ ഓഫ് ദ കണ്ടീഷൻസ് ഓഫ് ദി ഇൻ്റേണൽ കാൻഡിഡേറ്റ്സ് 10/1/2025 ആണ്. ഇൻ്റേണൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ 10-ാം തീയതി നിങ്ങൾക്ക് എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ടാവും. 4 മണി തൊട്ട് 31-ാം തീയതി രാത്രി 11 മണി വരെ എന്താ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അതിനുള്ളിൽ തന്നെ എന്താ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. ഫീസ് പറഞ്ഞാൽ 1780 നമുക്കിനി എക്സാം സെൻറ്റേഴ്സ് എവിടെയുള്ളതെന്ന് എല്ലാവരും നോക്കാം. കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ് എല്ലായിടത്തും ഉണ്ടല്ലോ, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം. ഓക്കെ, എറണാകുളത്തും കണ്ണൂരും കോഴിക്കോടും തിരുവനന്തപുരത്തും നിയർ ബൈ ഡിസ്ട്രിക്റ്റ് തന്നെ എന്താ നിങ്ങൾക്ക് സ്വന്തം ജില്ലയിലും അതുകൊണ്ടാണ് ഇതിന് നിയർ ബൈ. ഇപ്പം കാസർഗോഡൊക്കെ ആണെങ്കിൽ കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, മലപ്പുറത്തില്ല അപ്പോൾ അവിടെ കോഴിക്കോട് ഉണ്ടാവും. അതേപോലെ തൃശ്ശൂരില്ല, അവർക്ക് എറണാകുളം, കൊല്ലത്തില്ല ആണെങ്കിൽ തിരുവനന്തപുരം. ഓക്കെ, അങ്ങനെയുള്ള രീതിയിൽ എന്താ അവരുടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്വാഭാവികമായിട്ടും ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക്രൈറ്റീരിയ എല്ലാത്തിനും ഇന്ത്യ ഫസ്റ്റ് ക്ലാസ് ആണ്. ജനറലിനും OBCയും EWSനും മാത്രമേ ഫസ്റ്റ് ക്ലാസ് ഉള്ളൂ. SC/ST PWD കാൻഡിഡേറ്റ്സിന് ഇന്ത്യ ഫസ്റ്റ് ക്ലാസ് വേണമെന്നില്ല, ജസ്റ്റ് പാസ് ക്ലാസ് മതി. അതേപോലെ SC/ST PWDക്ക് ഇന്ത്യ അപ്ലിക്കേഷൻ ഫീ ഒന്നും ഇല്ല കേട്ടോ.
ESM എക്സ് സർവീസ്മാൻ അല്ലേ, അപ്ലിക്കേഷൻ ഫീ ഇല്ല. ബാക്കി എല്ലാവർക്കാണ് എന്ത് 1100 സംതിങ്ങിൻ്റെ അപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ളത്. ഏരിയ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. മെക്കാനിക്കൽ മാത്രം. ഇംഗ്ലീഷിലും ഹിന്ദിയിലും എന്താ എക്സാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ ബെല്ല് സ്വതവേ എന്താ പെർമനൻ്റായിട്ട് ആൾക്കാർ എടുക്കാറില്ല, അവർ കോൺട്രാക്റ്റ് ആയിട്ടാണ് എടുക്കാറ്. ഇപ്രാവശ്യം അത് ഒരു പെർമനൻ്റ് ആയിട്ട് എടുക്കുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.